ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നൊരു പാർക്കിൽ പോവാണ് കേട്ടോ. ഷാർജ ഡെസേർട്ട് പാർക്ക് എന്നാണ് പാർക്കിന്റെ പേര്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അരമണിക്കൂർ ദൂരമാണ് അങ്ങോട്ടേക്ക്. ദാ ആ വൈറ്റ് കളറിൽ കാണുന്നതാണ് കേട്ടോ പാർക്കിന്റെ എൻട്രൻസ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. മാപ്പിൽ കാണുന്നത് പോലെ ഈ പാർക്കിന് ഡിഫറെൻറ്റ് പാർട്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ പാർട്ടുകളായിട്ട് കാണാം. ഫസ്റ്റ് ഇതാ ഈ കാണുന്ന ചിൽഡ്രൻസ് ഫാം ആണ്. ആദ്യം തന്നെ ഞാൻ കണ്ടത് ഒട്ടകത്തെയാണ് കേട്ടോ. ഒട്ടകത്തെ പലപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ദൂരെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അടുത്ത് കണ്ടത്. പിന്നെ ഫസ്റ്റ് ടൈം ഞാനൊരു വെള്ളക്കുതിരയെ നേരിട്ട് കണ്ടു. എല്ലാം തന്നെ ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അനിമൽസ് ആയിരുന്നു അവിടെയുള്ളത്. പിന്നെ ഞാൻ ഇവയെ കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ഒട്ടകപ്പക്ഷിയാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ഇത് എമ്മു ആണെന്ന്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് നടന്നു. ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആയതിനാൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ അനിമൽസിനെ ഒന്നും അവിടെ കാണാൻ കിട്ടിയില്ല. പാർക്ക് ഒരുപാട് വലുതായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു നടക്കാനായിട്ട്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ദാ ഇങ്ങോട്ടേക്കാണ് കേട്ടോ, അറേബ്യസ് വൈൽഡ് ലൈഫ് സെൻറ്റർ. അവിടെ കുറച്ചുകൂടെ വൈൽഡ് ആയിട്ടുള്ള അനിമൽസ് കാണുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ വൈൽഡ് ലൈഫ് സെൻറ്ററിൻ്റെ ഒരു ഡിസ്പ്ലേ ആണുള്ളത്. അതിനുശേഷം ഞങ്ങൾ അകത്തോട്ട് കയറി. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് സ്നേക്സിനെയാണ് കേട്ടോ. പിന്നീട് അങ്ങോട്ട് ആ സെക്ഷൻ ഫുൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നേക്സ് ആയിരുന്നു. പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ലാത്ത രീതിയിൽ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുമായിരുന്നു മിക്കതും. ഇതെല്ലാം തന്നെ ഡെസേർട്ട് പാമ്പുകളാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പല നിറത്തിലും വലിപ്പത്തിലും ഒക്കെയുള്ള സ്നേക്സുകൾ ഉണ്ടായിരുന്നു. സ്നേക്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് റെപ്റ്റൈൽസിൻ്റെ സെക്ഷനായിരുന്നു. ഇവിടെയെല്ലാം തന്നെ ഓരോ സെക്ഷനിലായിട്ടാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആംഫീബിയൻസിൻ്റെ സെക്ഷനായിരുന്നു. ദാ ഈ കുഞ്ഞാമകൾ എനിക്ക് വെറൈറ്റി ആയി തോന്നി കേട്ടോ. ഗൈസ്, ഇവിടെ ഞാൻ ഇത്രയധികം എക്സൈറ്റഡ് ആയത് അതിൻ്റെ ഉള്ളിലൊരു ആമേനെ കണ്ടിട്ടാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ പോയത് സ്കോർപിയൻസിൻ്റെ അടുത്തോട്ടാണ്. ഇവിടെ ഒരാൾ ഒളിച്ചു കിടപ്പുണ്ടായിരുന്നു കേട്ടോ, ഒരു സ്കോർപിയൻ. ഒരു മൗണ്ടെയിൻ ഹാബിറ്റാറ്റ് എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഞങ്ങൾ കണ്ടത് പലതരത്തിലുള്ള വൈൽഡ് അനിമൽസിനെയാണ്. പിന്നെ റോഡൻസിൻ്റെ സെക്ഷനായിരുന്നു. അവിടെ അധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല. എന്തോ എലികളെ അങ്ങനെ കാണുന്നത് എനിക്ക് പണ്ട് മുതലേ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ സെക്ഷനിൽ നിന്നും ഇറങ്ങി. അവിടെ നിന്നും ഒരു കഫേയിലോട്ടാണ് ഞങ്ങൾ എത്തിയത്. ആ കഫേയിൽ നിന്നും പുറത്തോട്ട് നോക്കിയാൽ കാണുന്ന ഔട്ട് വ്യൂ ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു നൂഡിൽസൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്ഷനിലോട്ട് നടന്നു. ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് കുരങ്ങന്മാരെയാണ്. പിന്നെ ഹൈനാസിൻ്റെ സെക്ഷനിലോട്ട് പോയി. വിജയ് മൂവി ലിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഹൈനാസ്. യെസ്, എനിക്ക് അങ്ങനെയാട്ടോ അവയെ ഓർമ്മയിലിരിക്കുന്നത്. ബട്ട് പ്രോബ്ലം അതൊന്നും ആയിരുന്നില്ല ഗൈസ്, എനിക്കവയെ ശരിക്കും കാണാൻ കിട്ടിയില്ല. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ചീറ്റ അങ്ങ് ദൂരെ മരത്തിൻ്റെ അപ്പുറേ ഒളിച്ചു കിടക്കുമായിരുന്നു. അങ്ങനെ ആ സെക്ഷനും കഴിഞ്ഞ് ഞങ്ങൾ പതിയെ പുറത്തോട്ടിറങ്ങി. പുറത്തെത്തിയപ്പോഴത്തേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ബട്ട് പിന്നീടാണ് ഞങ്ങൾക്ക് മറ്റൊരു സത്യം മനസ്സിലായത്. ബാക്കിയുള്ള എല്ലാ സെക്ഷനുകളും ക്ലോസ് ചെയ്തിരിക്കുന്നു. ടൈം കഴിഞ്ഞു പോയിരുന്നു. 6 o'clock മുന്നേ കയറിയാലേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും ചെയ്യാനില്ലല്ലോ. കുറച്ചു നേരം അതിലെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.